നമ്മുടെ SSC ഒരു വർഷം നടത്തുന്ന എക്സാംസിന് മോർ ദാൻ 50% ഓഫ് ദ വേക്കൻസിയും SSC GD കോൺസ്റ്റബിൾ മാത്രമാണ് ഫില്ല് ചെയ്യുന്നത്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ SSCയുടെ ഈ വർഷത്തെ ഓരോരോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ SSC എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ബോഡിയാണത്. അപ്പോൾ അതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ SSCയുടെ CGLൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു, അതുപോലെ സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നു. ഇനി നമുക്ക് ഈ വർഷം ഇനിയും ഒരുപാട് എക്സാംസ് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. CSL ആയാലും ശരി, MTS, CPO, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ. അതിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റും SSC എക്സാംസിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി, ഇൻഫാക്ട് നമുക്ക് പറയാം ഇന്ത്യയിൽ നടക്കുന്ന എക്സാംസിൽ തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് വിളിക്കുന്ന ഒരു എക്സാമാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്ന, ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ ഏകദേശം നമുക്ക് ഈ പറയുന്ന പോലെ ഓരോ വർഷവും വിളിക്കുന്ന സമയത്ത് ചിലപ്പം 50,000 വേക്കൻസി കാണും, ചിലപ്പം 60,000 വേക്കൻസി കാണും, ചിലപ്പോൾ 25,000 to 30,000 വേക്കൻസി കാണും. അങ്ങനെയാണ് ഓരോ വർഷവും വിളിക്കുന്നത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ഇയർ വിളിച്ച സമയത്ത് 25,000, 26,000 വേക്കൻസി ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ വർഷവും അത് കൂടാറുമുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫാക്ടർ കൂടി അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ 53,000 വേക്കൻസി ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള വർഷം 28,000 വേക്കൻസി, അതിന് മുമ്പുള്ള വർഷം 60,000 വേക്കൻസി. അത്രയും വേക്കൻസിക്കാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഇതൊരു യൂണിഫോം പോസ്റ്റ് കൂടിയാണ്. പിന്നെ അതേപോലെ ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ. ഒറ്റ എക്സാം കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സും ഫിസിക്കൽ എഫിഷ്യൻസി, നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ്, അത് മാത്രമാണ് പിന്നെ വരുന്നത്. നടക്കുന്ന SSC എക്സാംസിൽ ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ അതും SSC GD എക്സാം ആണെന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദി കേസിലും നമുക്ക് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻസ് വരുന്നത് SSCയുടെ GD കോൺസ്റ്റബിൾ ആണ്. എന്തുകൊണ്ടാണ്? വെറും 10ാം ക്ലാസ് ആണ് ഈ എക്സാമിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. 10th ക്വാളിഫൈഡ് ആണോ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ, ആൻഡ് നമുക്ക് സിൻസ് ഇത് കോൺസ്റ്റബിൾ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് അവിടെ ഒരു ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കൂടി, ആ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് SSCയുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് SSC GD കോൺസ്റ്റബിൾ ഒരു വളരെ നല്ല ഗവൺമെൻറ് എക്സാംസിലേക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലിയിലേക്കുള്ളൊരു വളരെ നല്ലൊരു ഗേറ്റ് വേ ആവുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം പറഞ്ഞ ഫാക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. എന്നുള്ള ഒന്ന്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, വെറും 10th പാസ്സായ ഏതൊരു കാൻഡിഡേറ്റിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ആൻഡ് വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്, നമ്മുടെ ഇന്ത്യയിൽ ഉള്ള ആംഡ് ഫോഴ്സസിൽ, അല്ലെങ്കിൽ നമ്മുടെ GD കോൺസ്റ്റബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, 7 ഉള്ള പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് SSC GD കോൺസ്റ്റബിൾ നടത്തുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒന്ന്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു എൻട്രി ലെവൽ, ഒരു വളരെ നല്ല നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കുള്ള ഒരു എൻട്രി ആണ് ഇതെന്ന് പറയുന്നത്. അതും ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ പോലും വേണ്ട, വെറും 10th ക്ലാസ് മാത്രം നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ 18 വയസ്സ് തൊട്ട് 23 വയസ്സിൻ്റെ ഇടയ്ക്കായിരിക്കണം, നിങ്ങൾ 10th പാസ് ആയിരിക്കണം. നിങ്ങൾ ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ലാർജസ്റ്റ് യൂണിഫോം റിക്രൂട്ട്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന റിക്രൂട്ട്മെൻറ്റ്സിൽ തന്നെ ഏറ്റവും വലിയ റിക്രൂട്ട്മെൻ്റ് ആണിത്. അതുകൂടാതെ ലാർജസ്റ്റ് യൂണിഫോം റിക്രൂട്ട്മെൻറ്റ് കൂടിയാണ് നമ്മുടെ ഈ GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്, യൂണിഫോം പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ജോബാണ്. അപ്പം നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ നമുക്ക് വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ, ഡിഗ്രി പോലും ഇല്ലാതെ, പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ 18 വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾക്കൊരു പെർമനന്റ് ഗവൺമെന്റ് ജോബിലേക്ക് എത്തിച്ചേരാൻ പറ്റും, വെറും 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ കൂടിയാണ് നമ്മുടെ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് അത് ഈ വർഷം ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷം വേക്കൻസീസ് എങ്ങനെ പോയാലും ഒരു 40-50,000 മുകളിലോട്ടായിരിക്കും. എന്തുകൊണ്ട്? നമ്മൾ ഇതിൻ്റെ ഒരു വേക്കൻസി ഹിസ്റ്ററി ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. 2022 എടുത്താൽ 60,000 വേക്കൻസി ഉണ്ടായിരുന്നു. അതിനുശേഷം 2023 എടുത്താൽ അറൗണ്ട് 28,000 ആ ഒരു വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 2024 എടുത്താൽ വീണ്ടും 53,000 ആ റേഞ്ച് ഓഫ് വേക്കൻസി ഉണ്ടായിരുന്നു. പിന്നെയും 2025 എടുത്താൽ 25,000 വേക്കൻസി അടുപ്പിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എല്ലാ ഈ ഒരു വേക്കൻസി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു 50 to 60,000, പിന്നെ 25 to 30,000, വീണ്ടും ഒരു 50 to 60,000, 53,000 ഉണ്ടായിരുന്നു, പിന്നെയും ഒരു 25,000. അങ്ങനെയാണെങ്കിൽ ഈ വർഷം വീണ്ടും അത്യാവശ്യം നല്ലൊരു വേക്കൻസി, ലൈക്ക് ഒരു 40,000, 50,000 മുകളിലെ വേക്കൻസിക്ക് വിളിക്കേണ്ടതാണ്. സോ അങ്ങനെയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത്രയും ലൈഫ്, അല്ലെങ്കിൽ അത്രയും ഫാമിലീസിൻ്റെ ലൈഫ് കൂടിയാണ് മാറുന്നത് എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഇത് കൂടാതെ വേറെയും പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് റെസ്പെക്ട് നമ്മുടെ സെൻട്രൽ പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. നമ്മൾ ഈ കോൺസ്റ്റബിൾസ് എന്താ ചെയ്യുന്നത്,
നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയും ബോർഡർ സെക്യൂരിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോ പാരാമിലിറ്ററി ഫോഴ്സസിനും ഓരോ ജോബ് പ്രൊഫൈൽസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കണ്ട് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 7 പാരാമിലിറ്ററി ഫോഴ്സസ്, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BSF നിങ്ങൾക്കറിയാം ബോർഡർ സെക്യൂരിറ്റിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ CRPF നമ്മുടെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ഇന്റേണൽ സെക്യൂരിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ CISF എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ എയർപോർട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങളത് കാണാറുണ്ട്. എയർപോർട്ട്, മെട്രോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് പ്രൊട്ടക്ടിങ് ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഇന്ത്യയിലെ എയർപോർട്ട്, അതുപോലെ നമ്മുടെ മെട്രോ, ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ റിസർവ് സെക്യൂരിറ്റി ഫോഴ്സ്. അതുപോലെ ITBP ഉണ്ട്, അതുപോലെ SSB ഉണ്ട്, ആസാം റൈഫിൾസ് ഉണ്ട്. ഇങ്ങനെയുള്ള പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോൺസ്റ്റബിളുടെ റിക്രൂട്ട്മെന്റ് ആണ് നമ്മുടെ SSC GD കോൺസ്റ്റബിൾ വഴി നടത്തുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് വേറൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ തന്നെയാണ്. കഴിഞ്ഞ നമ്മുടെ ഈ 2025-26 എക്സാം വഴി 25,487 വേക്കൻസിക്കാണ് വിളിച്ചത്. അപ്പോൾ അത്രയും പേരുടെ ലൈഫ്, അത്രയും ഫാമിലീസിൻ്റെ ലൈഫാണ് ചേഞ്ച് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം, ഇപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനം നോട്ടിഫിക്കേഷൻ വരും, നമ്മുടെ ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ എക്സാം നടക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഒരു 40,000 തൊട്ട് 50,000 വേക്കൻസി എങ്കിലും വരണം നമ്മുടെ ഈ ഒരു SSC GDയുടെ പ്രീവിയസ് വേക്കൻസി ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത്രയും മാത്രം റിക്രൂട്ട്മെൻറ്റും അത്രയും മാത്രം പേർക്കാണ് ജോലി കിട്ടുന്നത്. അത്രയും ഫാമിലീസിൻ്റെ ലൈഫ്, അത്രയും പേരുടെ ലൈഫാണ് മാറുന്നത്. അപ്പോൾ ഈ ഒരു അതിലും നമ്മുടെ ഈ പറയുന്ന 25,487 വേക്കൻസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 14,500+ വേക്കൻസി നമ്മൾ നേരത്തെ പറഞ്ഞ CISF മാത്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ലാർജസ്റ്റ് സിംഗിൾ ഫോഴ്സ് അലോക്കേഷൻ ദിസ് സൈക്കിൾ, നമ്മുടെ കഴിഞ്ഞ സൈക്കിളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഇവർക്ക് വേണ്ടി മാത്രമായിരുന്നു. ആൻഡ് ഇവരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എല്ലാം തന്നെ കാക്കുന്നത് അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, ഇത് ബോയ്സിനും ഗേൾസിനും ഒരേപോലെ ലൈക്ക് ജെൻഡർ ഇൻക്ലൂസീവ് ആണ്. ബോയ്സും ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ജസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിനോ ജസ്റ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനോ വേണ്ടി മാത്രമല്ല ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അഗൈൻ നമുക്കൊരു ജോലി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ SSC GD കോൺസ്റ്റബിൾ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് തന്നെ നമ്മുടെ പേ ലെവൽ 3 പേ മാട്രിക്സിൽ വരുന്നൊരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത് 21,700 പെർ മന്ത് ആണ് ബേസിക് സ്റ്റാർട്ടിംഗ് പേ എന്ന് പറയുന്നത്. ഇതിൽ ബാക്കിയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ചേരുമ്പോൾ ഇതിൻ്റെ ഒരു സാലറി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 30,000 to 65,000 റേഞ്ചിലായിരിക്കും. ലൈക്ക് അത് മോർ ദാൻ അത് ഓക്കെ, ലൈക്ക് ഒരു 35,000 to 65,000, ലൈക്ക് ക്യാൻ ഗോ അപ് ടു 69,100. ആ ഒരു റേഞ്ച് ഓഫ് സാലറി ആയിരിക്കും വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പേ സ്കെയിൽ ഓഫർ ചെയ്യുന്ന, അത്യാവശ്യം യൂണിഫോം പോസ്റ്റ്, സോഷ്യൽ സ്റ്റാറ്റസ് ഓഫർ ചെയ്യുന്ന, വളരെ ഈസി ആയിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഏറ്റവും എളുപ്പമുള്ള ഒരു എക്സാമാണ്. ഏറ്റവും കൂടുതൽ വേക്കൻസിക്ക് നടത്തുന്ന ഒരു എക്സാം. ഒറ്റ സിംഗിൾ എക്സാമേ ഉള്ളൂ. ഒരു എക്സാം കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് അടുത്ത എക്സാം, പിന്നെ അതിൻ്റെ ശേഷം അടുത്ത എക്സാം, അങ്ങനൊന്നുമില്ല. ഒരു എക്സാം കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ചെക്ക് ചെയ്യുക, മെഡിക്കൽ ഡോക്യുമെന്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ വരുന്നു. ഒറ്റ സിംഗിൾ ഫേസ് ഓഫ് എക്സാം ആണ് അവിടെ വരുന്നത്. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്, പക്ഷേ നെഗറ്റീവ് മാർക്കിംഗ് കുറവാണ്. സാധാരണ എക്സാംസ് പോലെ നെഗറ്റീവ് മാർക്കിംഗ് 1/4 1/3 ഒന്നുമില്ല, 1/8 ആണ് നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം ചേരുന്നതാണ് നമ്മുടെ SSCയുടെ ഒരുപാട് എക്സാംസിൽ ഈ SSC GD കോൺസ്റ്റബിളിൻ്റെ എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ SSC ഒരു വർഷം നടത്തുന്ന എക്സാംസിന് മോർ ദാൻ 50% ഓഫ് ദ വേക്കൻസിയും SSC GD കോൺസ്റ്റബിൾ മാത്രമാണ് ഫില്ല് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം ഈ പറഞ്ഞ സാലറി കൂടാതെ നമ്മുടെ ഈ പറഞ്ഞ പോലെ പല അലവൻസുകളുണ്ട്. നിങ്ങൾക്കറിയാം ഡിയറൻസ് അലവൻസ് ഉണ്ട്, HRA ഉണ്ട്, റിസ്ക് അലവൻസ് ഉണ്ട്. യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി റിസ്ക് ഉള്ള ജോലി കൂടി ആയതുകൊണ്ട് റിസ്ക് അലവൻസുകളുണ്ട്. പിന്നെ ബാക്കി ട്രാവൽ ബെനിഫിറ്റ്സ്, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷന്, അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള ഫാക്ടേഴ്സ് എല്ലാം വരുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഈ 21,700 എന്ന് പറയുന്ന ബേസിക് സാലറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അബവ് എന്താ പറയുക, ഒരു 30,000 40,000 അപ് ടു 69,100 പോകുന്നത്. ഓക്കെ, അത് പല പാരാമിലിറ്ററി ഫോഴ്സസ് ആയതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പേ സ്കെയിൽ, അവിടെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അലവൻസുകൾ കാണും. അപ്പോൾ ആ അലവൻസുകളിനനുസരിച്ച് സാലറിയിൽ ഡെഫിനറ്റ്ലി ഒരു വേരിയേഷൻ ഉണ്ടായിരിക്കും. എല്ലാ ഫോഴ്സിനും പാരാമിലിറ്ററി ഫോഴ്സസിനും എല്ലാ കോൺസ്റ്റബിൾക്കും ഒരേ സാലറി അല്ല കിട്ടുന്നത്. പല പാരാമിലിറ്ററി ഫോഴ്സസിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള വർക്ക് നേച്ചർ ആയതുകൊണ്ട്, പല രീതിയിലുള്ള ജോബ് നേച്ചർ ആയതുകൊണ്ട് പലതിനും റിസ്ക് കൂടുതലായിരിക്കും, ചിലതിന് റിസ്ക് കുറവായിരിക്കും. അപ്പോൾ ആ ഒരു അലവൻസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാലറിയിലും ഡെഫിനറ്റ്ലി ഒരു വേരിയേഷൻസ് ഉണ്ടാകും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ കവറേജ്, അതുപോലെ നമ്മുടെ പെൻഷൻ സ്കീം, ആഫ്റ്റർ സർവീസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു എക്സാമിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ്ലി മെറിറ്റ് ബേസ്ഡ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കാൻഡിഡേറ്റിനും ഈ പറയുന്ന പോലെ ഒരു എക്സാം കാണും, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമേ
നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കാണും. മെറിറ്റ് റാങ്കിങ് ബേസിസിൽ ആ സെലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവർ പിന്നെ ഇതിലേക്ക് പോകുന്നത്, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്കൊക്കെ പോകുന്നത്. ആ ടെസ്റ്റും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമാണ് പിന്നെ അവിടെ മെഡിക്കൽ ചെക്കപ്പും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഈ വക കാര്യങ്ങളിലേക്ക് പോകുന്നത്. ഈ ഒരു സ്റ്റേജസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരാളുടെ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇപ്പം ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഏകദേശം എക്സാം നടക്കാൻ പോകുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന നവംബറിൽ ഡിസംബറിലേ വരത്തുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ തന്നെ നമുക്ക് ഇനി എത്ര സമയമുണ്ട്? ഏകദേശം 5 മാസത്തിൽ കൂടുതലുണ്ട്. ഇത് കൂടാതെ നമുക്ക് എക്സാം നടക്കാൻ പോകുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയത്തായിരിക്കും എക്സാം നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി കൂടി ചേർത്തെടുത്ത് ഏറ്റവും മിനിമം ഒരു 8 തൊട്ട് 9 മാസമുണ്ട്. 8 തൊട്ട് 9 മാസം നമുക്കിത് വെറും 10ാം ക്ലാസ് ലെവൽ ഓഫ് എക്സാം കൂടി ആയതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. പഠിക്കാനുള്ള സബ്ജക്ട്സിലേക്ക് വന്ന് നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന അതേ സെയിം സബ്ജക്ട്സ് ആണ് വരുന്നത്. നമ്മുടെ റീസണിങ്, അതുപോലെ നമ്മുടെ മാത്സ്, നമ്മുടെ ഇംഗ്ലീഷും GKയും ഇതേ 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. അവിടെ വേറെ ഒരു വ്യത്യാസമില്ല. അതിൻ്റെ ഒറ്റ സിംഗിൾ ഫേസ് ഓഫ് എക്സാം ആണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ മാത്സിലേക്കൊക്കെ വരുമ്പോഴും നമുക്കവിടെ സാധാരണ CGL പോലത്തെ എക്സാമിലൊക്കെ പഠിക്കേണ്ടി വരുന്ന പോലെ ഓൾജിബ്ര, ട്രിഗ്നോമെട്രി, ജോമെട്രി ഇതൊന്നും പഠിക്കാനില്ല. നമുക്ക് ആ ഒരു ടോപ്പിക്സ് ഒന്നും തന്നെ നമുക്ക് ഇവിടെ SSC GD കോൺസ്റ്റബിളിലേക്ക് വരുമ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ 10ാം ക്ലാസ് ലെവൽ ഓഫ് എക്സാം ആയതുകൊണ്ട് അപ്പോൾ കുറച്ചുകൂടി സിമ്പിൾ ചാപ്റ്റേഴ്സ് ഹാൻഡിൽ ചെയ്താൽ മതി. ഒരുപാട് കോംപ്ലക്സ് ചാപ്റ്റേഴ്സും പഠിക്കാനില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് കൂടി നമുക്ക് ഇവിടെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മൾ പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നത്. റേസും നമ്മുടെ റണ്ണിങ്ങും അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സൊക്കെ പിന്നെ നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൂടെ കഴിയുമ്പം നമുക്ക് എന്താ പറയുക, സൈക്ലിങ്ങും റേസും ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സ് ആണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അടുത്ത വരാനിരിക്കുന്ന സൈക്കിൾ, ആ വരാനിരിക്കുന്ന സൈക്കിളിലും നമുക്ക് ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് സൈക്കിളിലും നമുക്ക് ഈ പറയുന്ന SSC GD കോൺസ്റ്റബിൾ വരുമ്പോൾ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല വേക്കൻസീസ് കാണും. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വട്ടത്തിനേക്കാളും കൂടുതൽ വേക്കൻസീസ് കാണും. ഇപ്പം കഴിഞ്ഞ വട്ടം നമ്മൾ പറഞ്ഞ പോലെ CISF-നായിരുന്നു വളരെയധികം വേക്കൻസി ഉണ്ടായിരുന്നത്. നമ്മുടെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് അവരാണ് നമ്മുടെ ലാർജസ്റ്റ് ഇൻടേക്ക്, അതായിരുന്നു. അവരാണ് നമ്മളുടെ ഈ പറഞ്ഞ എയർപോർട്ടും മെട്രോസും നാഷണൽ മോണുമെന്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസീസ് ഉണ്ടായിരുന്നത്. ഇത് കൂടാതെ നമുക്ക് ബാക്കിയുള്ള എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വേക്കൻസീസ് ഉണ്ടായിരുന്നു. ഓരോ ഫോഴ്സസിൻ്റെയും വർക്ക് നേച്ചേഴ്സ് ഓരോന്ന് പോലെയാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പ്രിഫറൻസ് ഓർഡർ കാണും. എനിക്ക് ഫസ്റ്റ് ഇത് വേണം, സെക്കൻഡ് ഇത് വേണം, ഇങ്ങനെ. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ കൊടുക്കുന്ന പ്രിഫറൻസ് ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? ജോലിയും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇനി വരുന്ന സമയം ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഈ പറയുന്ന നിങ്ങളുടെ സ്കോർ ഏറ്റവും ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം എന്നുള്ളതല്ല, ഏറ്റവും നല്ല സ്കോർ വാങ്ങണം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് വേണ്ടിയ അതേ പാരാമിലിറ്ററി ഫോഴ്സിലേക്ക് തന്നെ നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ്, നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുവേണ്ടി. അല്ല എങ്ങനെയെങ്കിലും ഈ ഒരു SSC GD എക്സാം ക്ലിയർ ചെയ്യാൻ മതി, ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസം നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലായിരിക്കും. നിങ്ങൾക്ക് SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കാം. നവംബർ, ഡിസംബർ ആകുമ്പോഴത്തേനും അപ്പോഴത്തെ നോട്ടിഫിക്കേഷൻ വരെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ ത്രൂ ആ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. സിലബസ് കവർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ കുറച്ചൊക്കെ ഫിസിക്കൽ ട്രെയിനിങ്ങും എടുക്കുക. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നേരത്തെ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം കിട്ടട്ടെ എന്നിട്ട് ഫിസിക്കൽ നോക്കാം എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. അപ്പോൾ ആ സമയത്ത് ഒരുപാട് സ്ട്രെയിൻ വരുമ്പം പലപ്പോഴും എക്സാം നല്ലപോലെ ക്ലിയർ ആയാലും ഫിസിക്കൽ ചിലപ്പം ക്ലിയർ ആവാറില്ല. മേ ബി ആ പോകുന്ന സമയത്ത് ഭയങ്കര ടയേർഡ് ആയിരിക്കും. അതൊക്കെ കാരണം ചിലപ്പം മെഡിക്കൽ ഇഷ്യൂസ് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ എക്സാംസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സിലബസ് ഒക്കെ കവർ ചെയ്യുക. അപ്പോൾ വളരെ കൺസേൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള വരുന്ന വർഷവും അത്യാവശ്യം വളരെയധികം ഇതിനേക്കാളും കൂടുതൽ വേക്കൻസി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അപ്പം എത്ര വേക്കൻസി ഉണ്ടെങ്കിലും ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ നിങ്ങളെ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു SSCയുടെ കലണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ SSCയുടെ ഒഫീഷ്യൽ എക്സാം കലണ്ടർ. ഇതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും അവസാനമാണ് ഇത് കൊടുത്തേക്കുന്നത്. നമ്മുടെ കോൺസ്റ്റബിൾ, GD ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, NIA, SSF ആൻഡ് ആസാം റൈഫിൾസും അതുപോലെ അങ്ങനെ ബാക്കിയുള്ള പാരാമിലിറ്ററി ഫോഴ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കലണ്ടറിൽ ഇപ്പം കൊടുത്തേക്കുന്ന ഡേറ്റ്സ് കഴിഞ്ഞിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ CGL എടുത്തു കഴിഞ്ഞാൽ കൊടുത്തിരുന്ന മാർച്ച്, പക്ഷേ നോട്ടിഫിക്കേഷൻ വന്ന ജൂണിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് സെപ്റ്റംബർ ആണ് കൊടുത്തേക്കുന്നതെങ്കിലും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എങ്ങനെയായാലും ഒക്ടോബർ, നവംബർ എങ്കിലും ആവും. ഇനി ഈവൻ സെപ്റ്റംബറിൽ വന്നാലും എക്സാമിൻ്റെ ഡേറ്റ് കൊടുത്തേക്കുന്നത് ജനുവരി ടു മാർച്ചാണ് കൊടുത്തേക്കുന്നത്. സോ ജനുവരി അതേ പറഞ്ഞ സമയത്ത് തന്നെ നടക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി എത്ര മാസം സമയമുണ്ട്? 6 തൊട്ട് 7 മാസം സമയം നല്ലപോലെ ഉണ്ട്. ആ ഒരു സമയം ധാരാളമാണ് ഇതിൻ്റെ സിലബസ് ഒക്കെ കവർ ചെയ്ത് ഏറ്റവും നല്ലപോലെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എക്സാംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെങ്കിലും ഇതിൻ്റെ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 77361222
817 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചോദിക്കാം. അതുപോലെ 10th ക്ലാസ് ലെവൽ ഓഫ് ഈ എക്സാംസ് ഇത് മാത്രമല്ല ഉള്ളത്, വേറെയും എക്സാംസ് ഉണ്ട്, SSC MTS ഒക്കെ. അതിനെക്കുറിച്ചും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ചാനലിലുള്ള വീഡിയോസും നോക്കാം. അല്ലാതെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തും നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്കും അതുപോലെ ഫോൺ നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന സമയം ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക, ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിക്കില്ല, അതിനുശേഷം സമയം കിട്ടത്തില്ല. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, എക്സാംസ് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ജോലിക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിൽ ഇവിടെ മീറ്റ് ചെയ്യാം. താങ്ക്